വാഴക്കുളം ഗ്രാമപഞ്ചായത്തും സോപ്മയും കൈകോർത്തുകൊണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. വെള്ളിയാഴ്ച മുടിക്കൽ റീം ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന സമ്മേളനം. ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി. അബ്ദുൽ ഗഫൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും സോപ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC+2 മത്സര പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. മികവ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഫിഷറീസ് വകുപ്പ് മന്ത്രി വി. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഉന്നതമായ വിദ്യാഭ്യാസവും നിങ്ങളുടെ ഒരു നല്ല കരിയറും സ്വപ്നം കണ്ടുകൊണ്ട് ഊണുമുറക്കവും ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒപ്പം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ കൂടെ സഞ്ചരിക്കുന്നവരാണ് മാതാപിതാക്കൾ. നമ്മളെ ഇനി അടുത്ത ഒരു 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി വലിയൊരു കരിയർ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അങ്ങനെ കരിയർ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങളോട് എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടവരാണ് മാതാപിതാക്കളും രക്ഷിതാക്കൾ. അവരെയും നമ്മളെ ഇഷ്ടപ്പെട്ടവരെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനും അതുപോലെ തന്നെ രാജ്യത്തിനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരായി വളരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന 10 കൊല്ലത്തിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ 50% വയോജനങ്ങളായിരിക്കും എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ആ 10 വർഷം കഴിയുമ്പോൾ ആ വയോജനങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം, അവരെ എങ്ങനെ സംരക്ഷിക്കണം, അവരുടെ കാര്യത്തിൽ എന്ത് പദ്ധതികളുമായി മുമ്പോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നവർ, ആ തീരുമാനമെടുക്കുന്നവരും അത് നടപ്പാക്കുന്നവരും ഇന്ന് 12-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കിയാൽ വയോജനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ചുമതല കൂടി ഞാൻ വഹിക്കുന്നതുകൊണ്ട് അറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്തെ മികവുകൾ സമൂഹത്തിന് അഭിമാനകരമാണെന്നും ഇത്തരം ആദരവുകൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആദരവ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുവാനും അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുവാനുമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അതേ സമയത്ത് കോലഞ്ചേരിയിൽ വെച്ച് MLA അവാർഡ് ഈ നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തി. നിങ്ങളിൽ പലരും അവിടെയും അകത്തുള്ളവരുണ്ടായിരുന്നു. എങ്കിലും പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആദരവ് ഏറ്റവും വലിയ ആദരവായി നമുക്ക് കണക്കാക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആത്മഹത്യ ചെയ്തിട്ടും അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള നടപടികൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവി അത് ആരുടേതായ അവർക്ക് കഴിവുണ്ടെങ്കിൽ അത് നശിപ്പിക്കുവാൻ പാടില്ല, ഇല്ലാതാക്കുവാൻ പാടില്ല. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിനെതിരായി ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്നുള്ള തോന്നലിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. ഞാൻ രാഷ്ട്രീയം പറയുകയില്ല, പക്ഷേ ഇന്ന് രാഷ്ട്രീയം നോക്കാതെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി അതിനെതിരായി പോരാട്ടം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മാനസിക പിന്തുണ ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇതേപോലുള്ള ആവർത്തിക്കാതിരിക്കുവാൻ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ മെമന്റോകൾ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശാരദ വിതരണം ചെയ്തു. ചടങ്ങിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്താർ PA, വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമിത അൻസാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഫൈസൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ CA, സോപ്മ പ്രസിഡന്റ് MH റിയാസ്, സോപ്മ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടി
പരിപാടിയിൽ 108 അവാർഡുകളാണ് വിതരണം ചെയ്തത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച 6 സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായ ജനപങ്കാളിത്തം കൊണ്ടും മികച്ച സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.